മിഷണറീസ് ഓഫ് കമ്പാഷൻ സഭയിലെ അംഗമാണ്. ചങ്ങനാശ്ശേരി രൂപത. ഇവിടെ പൊടിമറ്റത്ത് നമ്മുടെ പൊന്നമ്മ ചേച്ചിയുടെ വീട്ടിൽ ഞാൻ വന്നതാണ്. പൊന്നമ്മ ചേച്ചി അറിയാമായിരിക്കുമല്ലോ അല്ലേ? ചിലർക്കൊക്കെ അറിയാം, പഞ്ചക്ഷരമൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ അമ്മയുടെ അടുത്ത് വന്നതാണ്. അപ്പോൾ അമ്മയുടെ അടുത്ത് വന്നിരുന്നു. ഉച്ചയൂണൊക്കെ കഴിഞ്ഞ് സത്യം പറഞ്ഞാലൊന്ന് മയങ്ങി. ഇന്നേരത്താണ് അപ്പം ബ്രദർ വിളിക്കുന്നത്. അപ്പം ഉറക്കത്തിൻ്റെ ആ ഒരു ക്ഷീണത്തിൽ വരണോ വേണ്ടയോ എന്ന് 2 കോൾ ഞാൻ അറ്റൻഡ് ചെയ്തില്ല. സോറി. ഞാൻ പിന്നെ ഓർത്ത് ദൈവനാമത്തിന് വേണ്ടിയാണ്. തീർച്ചയായിട്ടും ഞാൻ ഒന്നാം കോളെടുത്ത് ഞാൻ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇറങ്ങി തരും. നല്ല ചൂടല്ലേ, കിടന്നൊന്ന് ഉറങ്ങി നല്ല കാറ്റുകൊണ്ട് ഇറങ്ങി എഴുന്നേറ്റ് വരാൻ വലിയ പാടാണ്. പക്ഷേ കർത്താവിൻ്റെ ഹിതം നമ്മൾ ലാസ്റ്റ് ഒരു നിമിഷമുണ്ട്. നമ്മളെല്ലാം എത്ര വർഷം നമ്മൾ ഈ ലോകത്ത് ജീവിച്ചിട്ട് തിരിച്ചു ചെന്നാൽ നമ്മൾ അവസാന നിമിഷം ദൈവം നമ്മളോട് പറയുന്നൊരു വാക്കുണ്ട്, എനിക്ക് നിന്നെ അറിഞ്ഞുകൂടാ. ഞാൻ നിന്നോടുകൂടെ അവിടെ വേല ചെയ്തു, നിന്നോടുകൂടെ ഒന്നിച്ച് ഭക്ഷിച്ചു, നിന്റെ നാമത്തിൽ ഞാൻ വേല ചെയ്തു, നിന്റെ നാമത്തിൽ അനേർക്ക് വേണ്ടി ഞാൻ ഹെൽപ്പ് ചെയ്തു. പക്ഷേ കർത്താവ് പറയാം, എനിക്ക് നിന്നെ അറിഞ്ഞുകൂടാ എന്ന് പറയുന്ന ഒരു സമയം വരുന്നുണ്ട്. അന്നേരം എനിക്ക് പതിച്ചും കൂടി കിടക്കുന്ന അന്നേരം ആ സുഖം എനിക്ക് കിട്ടത്തില്ല. ഞാൻ ചാടി എഴുന്നേറ്റ് ഇത് വന്നേ പറ്റത്തുള്ളൂ. സോ ദൈവനാമം മഹത്വപ്പെടട്ടെ. എനിക്ക് ഒരു സാക്ഷ്യം പോലെ കഴിഞ്ഞ തവണത്തെ ട്രിപ്പ് എനിക്ക് ഒരുപാട് അനുഭവമായിരുന്നു. കാരണം ഒരുപാട് വ്യക്തികൾ ബ്രദർ അവിടെ വന്ന് ട്രിപ്പ് കഴിഞ്ഞ് പല വീടുകളിൽ പോയി കണ്ടറിഞ്ഞ കാര്യമാണ്. പലരും വിദേശത്താണ്, കോടികൾ സ്വത്തുള്ള ഭവനങ്ങളൊക്കെ ചുമ്മാ ഇട്ടേച്ച് പോയിരിക്കുക. അമ്മയും അപ്പനും ഒക്കെ മാത്രമേ ഉള്ളൂ, ആരുമില്ല. ഞാനിപ്പോൾ പറഞ്ഞൊരു കാര്യം, അവസാന നിമിഷം ഒരു സമയമുണ്ട്, നമ്മുടെ മരണശേഷം ദൈവം നമുക്കൊരു കാര്യം സംസാരിക്കുന്ന ഒരു സമയമുണ്ട്. ഇത്രയും കാലം നമ്മൾ ജീവിച്ച് പല കാര്യങ്ങളും ചെയ്തിട്ട് എനിക്ക് നിന്നെ അറിഞ്ഞുകൂടാന്ന് പറയുന്ന ഒരു സമയം. എല്ലാം കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുകയാണ്, എല്ലാം കെട്ടിപ്പിടിച്ചിരിക്കുക. ആർക്കും ഒന്നും ചെയ്യത്തില്ല. ഒന്നുമില്ല, സഭയ്ക്കയിലും എഴുതി കൊടുത്തിട്ട് ഒരു കുമ്പസാരിച്ചിട്ട് മരിക്കട്ടെ, അങ്ങനെ പോലും എല്ലാവരും പാവങ്ങള. ജാതി മതമൊന്നും നോക്കണ്ട. അനേകര് മുസ്ലിങ്ങളാണേലും ഹിന്ദുക്കളാണേലും ക്രിസ്ത്യൻസ് ആണേലും അനേകര് പാവങ്ങളുണ്ട്. കൊടുക്ക്, വീതം വെച്ച് കൊടുക്കും. ലക്ഷങ്ങളല്ല ഞാൻ പറയുന്നത്, കോടികൾ സ്വത്തായിട്ടാണ് കഴിയുന്നത്. കെട്ടിപ്പിടിച്ച് കിടക്കും. എന്തിനു വേണ്ടിയാ? ഒരു നിമിഷം നമ്മുടെ ശ്വാസം തീർന്നാൽ തീർന്നു. ഞാൻ ആരെ പേടിപ്പിക്കാൻ പറയല്ല, പക്ഷെ പേടിയുണ്ടായിരിക്കണം. ഞാൻ ഈ സത്യം പറഞ്ഞ ഒരു വൈദികനായത് കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുത്തണം എന്നുള്ളൊരു ആഗ്രഹമായിരുന്നു. പക്ഷെ അതിനേക്കാൾ ഉപരി നമ്മൾ നിരന്തരം ദൈവത്തെ സ്തുതിക്കുക എന്നുള്ളത് ദാറ്റ് ഇസ് ക്ലിയർ. അതിനുവേണ്ടിയാണ് നമ്മളെ ദൈവം സൃഷ്ടിച്ചത് അല്ലേ? CCC നമ്മളെ പഠിപ്പിക്കുന്നതാണ് അല്ലേ? നമ്മളെ മനുഷ്യർക്ക് ജന്മം നൽകിയത് പോലും ദൈവത്തെ സ്തുതിക്കാനുള്ള ഈ ഭൂമിയിലെ മാലാഖമാരായിട്ടാണ് നമ്മൾ ജീവിക്കേണ്ടത്. സ്വർഗസ്ഥനായ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ. എങ്ങനെ ഇവിടെ രാജ്യം വരും? നമ്മൾ ആ ഒരു മനസ്സോടെ, ഏക മനസ്സോടെ ജീവിക്കുമ്പോഴാണ് ദൈവ സാന്നിധ്യത്തിൽ, ദൈവത്തിൻ്റെ ഇടയിലായിരിക്കണം നമ്മൾ വസിക്കുന്നത്. നമ്മൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ ആലയമാണ്. അപ്പോൾ ദൈവം നമ്മളിൽ വസിക്കുന്നു. ആ ഒരു ബോധ്യത്തോടെ നമ്മൾ ജീവിക്കുമ്പോഴാണ് നമുക്ക് ആ ഒരു അനുഭവം, ഇവിടെയും സ്വർഗരാജ്യമാണെന്നുള്ള ഒരു അനുഭവം. ആ അനുഭവത്തിൽ ജീവിക്കണമെങ്കിൽ നമ്മൾ നിരന്തരം ദൈവത്തോടെ, നമുക്ക് പല പ്രയാസങ്ങളുണ്ട്, പ്രശ്നങ്ങളുണ്ട്. എൻ്റെ ഒരൊറ്റ റിക്വസ്റ്റ് ഇതേ ഉള്ളൂ, നിരന്തരം പ്രാർത്ഥനയിലായിരിക്കാം. കുളിക്കാൻ പോകുന്ന കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഐ ലവ് യു ലോർഡ് ജീസസ്. സിംപ്ലി അങ്ങ് പ്രാർത്ഥിച്ച് ഏതൊക്കെ പ്രശ്നങ്ങൾ വന്നാലും. ഞാൻ സെമിനാരിൽ നിന്ന് ഇട്ടെറിഞ്ഞ് പോകാനിരിക്കുന്നതാണ്. വർഗീസ് ബ്രദർ എൻ്റെ മുഖത്ത് തട്ടി വെച്ച് പറഞ്ഞു, മേലെ അങ്ങനെ ചിന്തിച്ച് പോയേക്കില്ലെന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെയുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. മനസ്സിലാകേണ്ട ഒരു കാര്യം, നിരന്തരം പ്രാർത്ഥിക്കുക. പ്രാർത്ഥനയിലായിരിക്കുന്ന മക്കൾ എപ്പോഴും ആറുകൂടാണ്, ദൈവത്തോടു കൂടിയാണ്. ദൈവമായിട്ട് നിരന്തരം നമ്മൾ സ്തുതിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ ഈ ഭൂമിയിൽ സൃഷ്ടിച്ച നമ്മൾ ഓരോരുത്തരും മാലാഖമാരാണ്. സ്വർഗത്തിലെ മാലാഖമാരെക്കാൾ നമുക്ക് അവകാശമുണ്ട്. ആ ഒരു അവകാശത്തോടെ നമ്മൾ നിരന്തരം സ്തുതിക്കുക. നമ്മൾ ഏത് പ്രശ്നങ്ങളിലാണെങ്കിലും ദൈവം നമ്മളെ കാത്തുകൊള്ളും. എനിക്കന്ന് നമ്മുടെ വേളാങ്കണ്ണി ട്രിപ്പ് കഴിഞ്ഞ് സ്തുതിപ്പ് കഴിഞ്ഞപ്പോഴത്തേന് സൗണ്ട് പോയതാണ്. പിന്നെ അത് ക്ലിയർ ആയിട്ട് കാര്യമായിട്ടൊന്ന് ഉറക്കെ സംസാരിച്ചാൽ സ്തുതിക്കുകയോ പ്രാർത്ഥിക്കുകയോ ചെയ്യുമ്പോൾ വീണ്ടും സൗണ്ട് താന്നു പോകും. സ്തുതിക്കാൻ സമ്മതിക്കുകയില്ല. അനേകർക്ക് വേണ്ടി മുട്ടുമേൽ നിന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കാൻ സമ്മതിക്കുകയില്ല. കുഴപ്പമില്ല, വേറെ സൗണ്ട് ഏറെ മതി. ദൈവത്തിനറിയാമല്ലോ എന്താ നമ്മൾ സംസാരിക്കുക, എന്താ മതി.
നമ്മൾ നിരന്തരം സ്തുതിക്കുക. എനിക്ക് വലിയ ചില പ്രയാസങ്ങൾ ദൈവം മുന്നിൽ കൊണ്ട് ഓരോ കാര്യങ്ങൾ സാധിച്ചില്ല. എവിടുന്ന എനിക്കറിയത്തില്ല. അത് വർഗീസ് ബ്രദർ ആ ട്രിപ്പ് വന്നപ്പം തന്നെ ബ്രദറിൻ്റെ ഇതിൽ ഞാൻ പല രീതിയിൽ ബ്രദറിനോട് പറഞ്ഞു, ബ്രദറെ എങ്ങനെ എനിക്കറിയത്തില്ല, ആകപ്പാടെ പ്രശ്നങ്ങളാണ്, ഈ ട്രിപ്പ് നടക്കുമെന്ന് പോലും അറിയത്തില്ല. ബ്രദർ എന്നെ ഒരു സൈഡിൽ കൂടെ ശക്തിപ്പെടുത്തുക. പക്ഷെ എനിക്കറിയാം പരിശുദ്ധ അമ്മയുടെ മുന്നിൽ ഞാൻ ഈ പോകാനുള്ള ട്രിപ്പെല്ലാം റെഡിയാക്കി വെച്ചിട്ട് അമ്മയുടെ സ്റ്റാച്യൂൻ്റെ അടുത്ത് വെച്ച്, ഇതെൻ്റെ പ്ലാനല്ല, അമ്മയുടെ പ്ലാൻ. എല്ലാം വളരെ ഭംഗിയായിട്ട് പോയി തിരിച്ചു വന്നു. ഇപ്പം അനേകർ ഇപ്പം അടുത്ത ട്രിപ്പ് എന്നാണെന്നുള്ളത് ഇവൻ തമിഴിയൻസ് പോലും ഇപ്പം ചോദിച്ചുകൊണ്ടിരിക്കുക. അച്ഛൻ അടുത്തത് തമിഴിയൻസിന് ഓൾറെഡി 10-15 പേര് തന്നു. തമിഴിയൻസ് തന്നെ, മലയാളിയൻസ് വേറെ. നമുക്ക് അടുത്ത ഞാൻ ഇത്തവണ ഇങ്ങനെ വന്നു. പിന്നെ ചെന്ന ഉടനെ എനിക്ക് ഇച്ചിരി ഡ്യൂട്ടി നമ്മുടെ ഹൗസ് സംബന്ധമായിട്ട് നമുക്കറിയാമല്ലോ, ഇപ്പം ഗവൺമെൻറ് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. അപ്പം ഞങ്ങളുടെ ഓർഫണേജ് എന്നുള്ളത് വേറൊരു സ്റ്റേജിൽ നമുക്ക് രജിസ്റ്റർ ചെയ്യാനായിട്ടാണ്. അപ്പം ഗവൺമെൻറ്റുമായിട്ടുള്ള ചില പേപ്പർ കാര്യങ്ങളൊക്കെ തയ്യാറാക്കേണ്ടത് കൊണ്ട് എനിക്ക് ഇച്ചിരി നേരത്തെ ഞാൻ പോകുന്നു. എന്നിട്ട് ആ തിരക്കിൽ ബിസി ആയതുകൊണ്ടാണ് ഞാൻ അനൗൺസ് ചെയ്തതാണ് അവിടെ. നമുക്ക് അടുത്ത മാസം ലാസ്റ്റ് വീക്ക് നമ്മൾ വേളാങ്കണ്ണി ട്രിപ്പെന്ന് ഞാൻ ഓൾറെഡി അനൗൺസ് ചെയ്തു. ഗ്രൂപ്പിൽ ഞാനിട്ടു. പക്ഷേ എങ്കിലും ഞാനത് മാറ്റി വെക്കുകയാണ്, ജൂണിലേക്കെന്നുള്ളത് മാറ്റി വെക്കാനായിട്ടാണ് അങ്ങനെ ഒരു പ്ലാൻ ഇട്ടിരിക്കുകയാണ്. അപ്പം നിങ്ങൾ ആരെങ്കിലും ബാംഗ്ലൂർ ഏരിയയിലുള്ളവർക്ക് യു ആർ മോസ്റ്റ് വെൽക്കം. ഞാൻ ബാംഗ്ലൂർ ഈസ്റ്റ് അറിയാമായിരിക്കുമല്ലോ, ബാംഗ്ലൂർ ഈസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ അടുത്താണ്. ഫോക്സ് ടൗൺ എന്നാണ് ഞങ്ങളുടെ ടൗണിൻ്റെ പേര്. കത്തീഡ്രൽ വന്നിട്ട് ചുമ്മാ ഒരു ഫോൺ കോൾ വിളിച്ചാൽ മതി, അവിടെ അടുത്താണ് ഞങ്ങൾ. ഒന്നും അറിയണ്ട, കത്തീഡ്രൽ നമ്മുടെ ബാംഗ്ലൂർ കത്തീഡ്രൽ എന്ന് പറഞ്ഞാൽ ആര് വേണേലും കൊണ്ടുപോകും. ഓക്കെ. അപ്പം ഈ ട്രിപ്പിനെ കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്കൊന്ന് പ്രാർത്ഥിച്ച് എല്ലാവരും ഒന്ന് കണ്ണടച്ച് ഒന്ന് പ്രാർത്ഥിക്കാം. നമുക്ക് ഓരോരുത്തരെയും നമ്മൾ പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. പരിശുദ്ധ അമ്മ നമ്മളെല്ലാവരെയും കാത്തു പരിപാലിക്കട്ടെ. പിതാവിൻ്റെ പുത്രനെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ. സർവശക്തനായ ദൈവമേ, അങ്ങയുടെ സാന്നിധ്യം ഈ ബസ്സിൽ കൂടെ ഉണ്ടായിരിക്കണമേ. കർത്താവായ ദൈവമേ, ഈ ട്രിപ്പിൽ ആയിരിക്കുന്ന എല്ലാ വ്യക്തികളെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നിന്റെ കൃപയും സമാധാനവും മക്കളോടുകൂടി ഉണ്ടായിരിക്കണമേ. ഈ ട്രിപ്പിനെ നയിക്കുന്ന വർഗീസ് ബ്രദറിനെയും ഗ്രൂപ്പിനെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നിന്റെ കരുണ അവരുടെ മേലുണ്ടാകണമേ. അങ്ങയുടെ ശക്തമായ കരം, അങ്ങയുടെ കരുണ നിറഞ്ഞ കരം കർത്താവെ മക്കളുടെ മേലുണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹ സമ്പന്നമായ ഒരു ട്രിപ്പായിട്ട് ഇതിനെ മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ അപകടങ്ങളിൽ നിന്ന് കാത്തു പരിപാലിക്കണമേ. അങ്ങയുടെ മാലാഖമാരെ അയച്ച് ഈ വാഹനത്തെയും ഇതിലെ വ്യക്തികളെയും ഡ്രൈവറിനെയൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരെല്ലാവരെയും അങ്ങയുടെ മാലാഖമാരാൽ കാത്തു സംരക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ ബസ്സിലായിരിക്കുന്ന യാത്ര ചെയ്യുന്ന തീർത്ഥാടനത്തിനായി മനസ്സോടെ മുന്നോട്ട് വന്നിരിക്കുന്ന എല്ലാ വ്യക്തികളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ മേഖലകളെല്ലാം കർത്താവെ അങ്ങ് അറിയുന്നുണ്ട്. അങ്ങ് വിളിച്ചിട്ടാണ് അവരെല്ലാം ഇന്ന് ഈ ട്രിപ്പിലായിരിക്കുന്നത്. കർത്താവെ, അവരെ സ്പർശിക്കണമേ. കഠിനമായ ഹൃദയങ്ങളെ കർത്താവെ അങ്ങ് ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിന്റെ ആത്മാവിൻ്റെ നിറവ് മക്കൾക്ക് നൽകണമേ. കർത്താവ്, ഏത് മേഖലയിലാണ് കർത്താവെ അങ്ങയുടെ അനുഗ്രഹം ചെല്ലേണ്ടത് ആ ഏരിയകളെല്ലാം കർത്താവായ യേശുവെ അങ്ങയുടെ തിരുക്കുരിശിൻ്റെ യോഗ്യതയാൽ ഞാൻ തുറക്കുന്നു. കർത്താവായ യേശു, അങ്ങ് എനിക്ക് നൽകിയ പൗരോഹിത്യ അധികാരം ഉപയോഗിച്ച് പരിശുദ്ധ കത്തോലിക്ക സഭയോട് ചേർന്ന് നിന്നുകൊണ്ട് കർത്താവെ വ്യക്തികളിലുള്ള എല്ലാ ബന്ധനങ്ങളെയും ഞാൻ അഴിക്കുന്നു, നിർവീര്യമാക്കുന്ന കർത്താവെ യേശുവിൻ്റെ നാമം മഹത്വപ്പെടുവാൻ ഇടയാകട്ടെ. കർത്താവെ, ഈ ട്രിപ്പിനെ അനുഗ്രഹിച്ച് അനുഗ്രഹ സമ്പന്നമാക്കി മാറ്റണമേ. പരിശുദ്ധാത്മാവിൻ്റെ നിറവ് ഓരോ വ്യക്തികളിലും ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇവരെ പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ എത്തുന്നതും വരെയും പരിശുദ്ധാത്മാവിനാൽ നയിക്കണമേ. പ്രാർത്ഥനകളാൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വചന ശുശ്രൂഷയെന്ന് വർഗീസ് ബ്രദറിനെയും മോൻസ് ബ്രദറിനെയും ഒക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കത്താവെ നിന്റെ കൃപയാൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ നിറവുണ്ടാകട്ടെ മക്കളുടെ മേൽ. പരിശുദ്ധാത്മാവ് നയിക്കട്ടെ, പരിശുദ്ധാത്മാവ് നിറയട്ടെ, പരിശുദ്ധാത്മാവ് നിങ്ങളെ നയിക്കപ്പെടുമാറാകട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്തുതി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അമ്മയുടെ ദരിദ്ര ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്തുതി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു.
അമ്മയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിക്കുകയാണ്. നന്മ നിറഞ്ഞ മറിയമേ, നമുക്ക് സുസ്ഥീ കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അമ്മയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിക്കുകയാണ്. പരിശുദ്ധ അമ്മ ഒരു നിർദ്ദേശം നൽകുന്നു. മനസ്സൊരുക്കി കുമ്പസാരിക്കാനായിട്ട് പലരോടും പറയുന്നു. മനസ്സൊരുക്കി കുമ്പസാരിക്കണമെന്ന് പരിശുദ്ധ അമ്മ ആവശ്യപ്പെടുന്നു. കുടുംബത്തിൻ്റെ പല പ്രയാസങ്ങളും നീങ്ങിപ്പോകുന്നതായിട്ട് പരിശുദ്ധ അമ്മ വെളിപ്പെടുത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിൻ്റെ കൃപ നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. ആമേൻ.